നമസ്കാരം ടെക് ട്രെൻഡ്സിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു റിവ്യൂ ടൈപ്പ് വീഡിയോ ആണ്. റിവ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും വേറെ വല്ല ഗാഡ്ജറ്റ്സ് ആണ്, പക്ഷെ ബേസിക്കലി നമ്മുടെ ഫോണിന്റെ റിവ്യൂ ആണ്. ആ ഫോണിന്റെ പേര് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. ദ ബെസ്റ്റ് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ അവാർഡ് കിട്ടിയ ഫോണാണ്. ഇപ്പൊ തന്നെ നിങ്ങൾ ഗസ് അടിച്ച് കാണുമായിരിക്കും. വേറെ ഒരു ഫോണും അല്ല, Xiaomi Redmi Note 5 Pro. ഓക്കെ, സോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ അതിന്റെ അഡ്വാൻറ്റേജസ് ആയിരിക്കും, പിന്നെ അതിന്റെ ഡിസഡ്വാൻറ്റേജസ്. ഏത് ഫോണിനും ഒരു ഡിസഡ്വാൻറ്റേജ് കാണുമല്ലോ. അപ്പൊ എനിക്ക് ഞാൻ ഇത് മേടിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ചയായി. അപ്പൊ ഈ ഒരാഴ്ച ഞാൻ യൂസ് ചെയ്ത് കണ്ട ഡിസഡ്വാൻറ്റേജസ് ആയിരിക്കും ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, സോ നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് Redmi Note 5 Pro. നിങ്ങൾക്ക് കാണുന്ന ഇതാണ് എൻ്റെ ബാക്ക് സൈഡ്, ഇതിൻ്റെ ഫ്രണ്ട് സൈഡ്. സോ നമ്മൾ ആദ്യം ഒരു ഫസ്റ്റ് ലുക്കിൽ കാണുവാണെങ്കിൽ ആദ്യം തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് സാധാ ഏത് പുതിയ സ്മാർട്ട് ഫോൺ നമ്മളിപ്പോൾ മേടിക്കുവാണെങ്കിലും അതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. എൻ്റെ ബാക്ക് സൈഡ് കാണുവാണെങ്കിൽ നമുക്കൊരു ജസ്റ്റ് ഡ്യുവൽ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു ഐഫോണിൻ്റെ ഒരു ഫീല്, ഐഫോൺ 7 തൊട്ടുള്ള മോഡലിൻ്റെ ഒരു ചെറിയൊരു ഫീല് പോലെ വരും. അതായത് അത് തന്നെയല്ല, നമ്മളതിൻ്റെ ബാക്ക് സൈഡ് നോക്കുവാണെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ ഇതാണ് സ്പീക്കറിൻ്റെ സൈഡ്, ചാർജിങ് പോർട്ട്, ഫാസ്റ്റ് ചാർജിങ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓഡിയോ ജാക്ക് എന്ന് പറഞ്ഞാൽ 3.5 mm ഓഡിയോ ജാക്കാണ്. പിന്നെ എനിക്കിൻ്റെ അകത്ത് ഈ റെഡ്മി മോഡലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആൻറ്റിന സൈഡാണ്. ഈ ആൻറ്റിന സൈഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു ഇൻബിൽഡ് ആപ്പ് ഉണ്ട്. അത് വെച്ച് നമുക്ക് എന്ത് ഡിവൈസ് ആണെങ്കിലും എന്ന് പറഞ്ഞാൽ TV ആണെങ്കിലും സ്മാർട്ട് TV ആണെങ്കിലും എന്ത് വേണമെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ നിങ്ങൾ എൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ബോഡി കണ്ടല്ലോ. ഇനി നമുക്ക് അതിൻ്റെ ഇൻറ്റേർണൽ സ്പെസിഫിക്കേഷനിലോട്ട് കിടക്കാം. സോ ഫോൺ ഓണാക്കി, ഫിംഗർ പ്രിൻ്റ് ആണ് ഇതിൻ്റെ അകത്ത്. വേറൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബയോമെട്രിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റും ഉണ്ട്, ഫേസ് ID ഉണ്ട്. രണ്ട് ഇതിൽ കൂടെ നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽഡ് ഇതിലോട്ട് ഞാൻ അവസാനം കിടക്കുന്നതായിരിക്കും. സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് OSനെ കുറിച്ച് പറയാം. സോ നിങ്ങൾ കണ്ടു സെറ്റിങ്സ്, ഇതിൻ്റെ അബൌട്ട് ഫോണിൻ്റെ അകത്ത് ഇതിൻ്റെ നമ്മൾ ഈ പുതിയൊരു മോഡൽ മേടിക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻബിൽഡ് പ്രീ ഇൻസ്റ്റോൾഡ് ആയിട്ട് വരുന്ന വേർഷൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് വേർഷൻ 7.1.1 എന്ന് പറഞ്ഞാൽ നോഗട്ട് വേർഷൻ ആണ് വരുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇതിൻ്റെ CPU സ്പെക്സിലോട്ട് കിടക്കുവാണെങ്കിൽ ഇത് സപ്പോർട്ട് ചെയ്യുന്ന 1.8 GHz ഒക്ടാ കോർ പ്രോസസ്സറാണ്. ഇതിപ്പം Xiaomi നമ്മളിപ്പം പ്രീവിയസ് മോഡലായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സർ. അപ്പം നമ്മൾ ഈ പ്രോസസ്സറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കും ഇതൊരു പുതിയ പ്രോസസ്സർ ആയതുകൊണ്ട് ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ നല്ലതായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ അത് വെറി ചെയ്യാനില്ല. നമ്മളിപ്പോൾ ബാറ്ററി ലൈഫിനെ കുറിച്ച് അടുത്ത് പറയുകയാണെങ്കിൽ 4000 mAh ബാറ്ററിയാണ് ഇത് Redmi Note 5 ഓഫർ ചെയ്യുന്നത്. ഈ 4000 mAh ബാറ്ററിക്കകത്ത് അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് 8 മണിക്കൂർ നമുക്ക് വീഡിയോ കാണാം. ഇപ്പം നമുക്ക് മൂവീസ് ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് 8 മണിക്കൂർ കാണാം. പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഗെയിമിങ്ങിലോട്ട് താല്പര്യമെങ്കിൽ 5 തൊട്ട് 6 മണിക്കൂർ വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്നതാണ്. അതാണ് അതിൻ്റെ ബാറ്ററിനെ കുറിച്ച് പറയുവാണെങ്കിൽ. പിന്നെ ഇതിൻ്റെ റാം ബേസ്ഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ 4 GB റാം ആണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻറ്റേർണൽ മെമ്മറിയാണ്. ഇത് കുറേ വേരിയൻസിലുണ്ട്. ഇപ്പം നമ്മൾ ഈ ഫോൺ എന്ന് പറയുന്നത് 64 GB ഇൻറ്റേർണൽ മെമ്മറിയാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് മെമ്മറി കാർഡ് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ 128 GB അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ സിം സ്ലോട്ട് ആ സൈഡിലോട്ട് കയറാം. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഇവിടെയാണ് നമ്മുടെ സിം സ്ലോട്ടും മെമ്മറി കാർഡും ഇടുന്നത്. വേറൊരു പ്രത്യേകത ഞാൻ ഇപ്പോൾ പറയുന്നതായിരിക്കും. നമ്മളിപ്പം സിം സ്ലോട്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഓപ്പൺ ചെയ്ത് നിങ്ങൾ കണ്ടില്ലേ, ഇതെന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ടൈപ്പ് ഓഫ് സ്ലോട്ടാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് ഒന്നെങ്കിൽ ഡ്യുവൽ സിം ആയിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ഫസ്റ്റ് സിമ്മിൻ്റെ സ്ലോട്ടാണ്. ഇവിടെ നമുക്ക് ഒന്നെങ്കിൽ ഡ്യുവൽ സിം ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സിമ്മ് ഇവിടെ ഒരു മെമ്മറി കാർഡ് ആയിട്ട് യൂസ് ചെയ്യാം. ഇതാണ് ഹൈബ്രിഡ് സ്ലോട്ട് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, ഒന്നെങ്കിൽ 2 ഡ്യുവൽ സിം ആയിട്ട് യൂസ് ചെയ്യാം ഈ ഫോൺ, അല്ലെങ്കിൽ ഒരു സിം അല്ലെങ്കിൽ ഒരു SD മെമ്മറി കാർഡ് ആയിട്ട് യൂസ് ചെയ്യാം. അതാണ് ഈ ഹൈബ്രിഡ് സ്ലോട്ടിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പം ഇതിപ്പോൾ നമ്മൾ തിരിച്ചിടുവാണ്. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത ഫീച്ചറാണ് ക്യാമറ ഫീച്ചർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ റിയർ എന്ന് പറഞ്ഞാൽ 2 ഡ്യുവൽ ക്യാമറയാണ്. അതിൻ്റെ ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ പ്രൈമറി ക്യാമറ 12 MB ആണ് ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത്. മറ്റേതെന്ന് പറയുന്നത് സെക്കൻഡറി ക്യാമറ. ഇതാണ് സെക്കൻഡറി ക്യാമറ. നിങ്ങൾ കാണുന്ന പോലെ ഇത് 4 MB സപ്പോർട്ട് ചെയ്യും. 2 ക്യാമറയും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നതാണ് ഡ്യുവൽ ഫോട്ടോഗ്രാഫി നമ്മൾ ടേമിനെ വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും സെൽഫി എടുക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ സെൽഫി ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് 20 MB ആണ് Xiaomi ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ കാണുന്ന പോലെ ഇതിപ്പോൾ ഇതിൻ്റെ റിയർ സൈഡാണ്. അത്യാവശ്യം നല്ല ഫോക്കസിങ്ങും
അതിൻ്റെ ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത് ഏറ്റവും മറ്റേ മോഡൽ വെച്ച് നമ്മൾ ഷട്ടർ സ്പീഡ് ഇതിന് ഭയങ്കര കൂടുതലാണ്. ഇതിൻ്റെ ഷട്ടർ സ്പീഡ് ഒരു ജസ്റ്റ് 10th of seconds സാധനം ഷട്ടർ അടിക്കും. പിന്നെ നമ്മളിപ്പം ഇതിൻ്റെ പോർട്രേറ്റ് മോഡുണ്ട്. പോർട്രേറ്റ് മോഡ് നിങ്ങൾ കാണുന്നത് ഇപ്പം നിങ്ങളിപ്പോൾ ഒരു പോർട്രേറ്റ് മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റിനായിട്ട് ഫോക്കസ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾക്ക് അത് എത്ര ബ്ലർ ആണെങ്കിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സറൗണ്ടിങ് ഭാഗം മൊത്തം ബ്ലർ ആയിരിക്കുന്നതായിരിക്കും പോർട്രേറ്റ് മോഡിൻ്റെ അത്. പിന്നെ ബാക്കിയെല്ലാം സാധാ ക്യാമറ സാധാ ഫോണിൽ കാണുന്ന ഫീച്ചേഴ്സാണ്. ഇപ്പോൾ വീഡിയോ, സ്ക്വയർ, പാനോരമ, മാനുവൽ ഉണ്ട്. മാനുവൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ISOയും എക്സ്പോഷറും വെച്ച് നിങ്ങൾക്ക് മാനുവൽ മോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് എൻ്റെ ഫ്രണ്ട് നോക്കാം. ഫ്രണ്ട് പോകണമെങ്കിൽ ഇതാണ് ഫ്രണ്ട് സൈഡ്. ഫ്രണ്ട് സൈഡ് അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി തന്നെയാണ്, കാരണം 20 MB ക്യാമറയാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റിയാണ് ഫ്രണ്ട് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ ഇതിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ച്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്യാം, കാരണം ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഡെസിബിൾ നമുക്ക് ആദ്യം നോക്കാം. നല്ല ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ സൗണ്ടാണ് ഇതിൻ്റെ സ്പീക്കർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സൗണ്ട് നമുക്ക് ഈക്വലൈസർ വെച്ച് നമുക്ക് സൗണ്ട് വേരി ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ആൻറ്റീനയെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതാണ് മറ്റേ റെഡ്മി സെറ്റപ്പ് ബോക്സ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട്, പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആപ്പാണ്, MI റിമോട്ട്. ഈ റിമോട്ട് വെച്ച് നമുക്കിപ്പോൾ ഏത് സ്മാർട്ട് TV ആണെങ്കിലും AC ആണെങ്കിലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ ഇത് പെയർ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ സിഗ്നൽ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ IR സെൻസറാണ്. ഈ IR സെൻസർ വെച്ച് നമുക്ക് നമ്മുടെ ഏത് ആപ്ലിക്കേഷൻസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഫോൺ വെച്ച്. ഇത് ഇതിപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യുവാണെങ്കിൽ അതിപ്പോൾ റീറ്റെയിൽ ഷോപ്പിൽ പോയി മേടിക്കുവാണെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 15,000 ഈ ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇന്റേണൽ സ്റ്റോറേജ് കൂടുന്ന നേരത്തെ ഇപ്പം 64 നിന്ന് വേറൊരു ഹയർ സൈസിലോട്ട് പോകണമെങ്കിൽ അതിൻ്റെ MRP പ്രൈസും കൂടുന്നതായിരിക്കും. അപ്പം ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 64 GB ഇന്റേണലാണ്. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആമസോണിൽ കൂടെ ഞാൻ മേടിച്ചപ്പം 15,000 ആയി. ഇത് ഞാൻ 1 വീക്കായി ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഈ ഫോൺ. അപ്പോൾ ഞാൻ ഇനിയിപ്പം നിങ്ങൾക്കിപ്പോൾ ഇതിൻ്റെ സ്പെക്സും ഇപ്പം അതിൻ്റെ ഇച്ചിരി അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൈറ്റ് വെയിറ്റ്, അതിൻ്റെ ഫീച്ചേഴ്സ്. ഇനിയിപ്പോൾ അതിൻ്റെ ഡിസഡ്വാൻറ്റേജിലോട്ട് നമുക്ക് കിടക്കാം. എനിക്ക് ആദ്യം തോന്നിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നിങ്ങൾ പോർട്ട് കണ്ടില്ലേ, ഈ പോർട്ട് എന്ന് പറയുന്നത് Type-C അല്ല. ഇപ്പോൾ നമുക്കിപ്പോൾ പുതിയൊരു ഫോൺ നമ്മൾ മേടിക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇപ്പോൾ ഏത് ഫോണാണെങ്കിലും Type-C വെച്ചുള്ള പോർട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇത് റീസെൻ്റ്ലി ആയിട്ട് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ എത്ര ഒരു 5-6 മാസമായിട്ടുള്ളൂ. ഫെബ്രുവരി ലോഞ്ച് ചെയ്ത ഫോണാണിത്. ഈ ഫോണിൽ ഇപ്പോഴും Type-C സപ്പോർട്ടല്ല. അതാണ് ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഞാൻ കണ്ടത്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇത് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വരുന്നത് ആൻഡ്രോയിഡ് നഗട്ടാണ്. ഇപ്പോൾ ഓറി ഇറങ്ങിയിട്ട് തന്നെ ഇപ്പോൾ ഇച്ചിരി മാസങ്ങളായി. ഓറിയുടെ ഒരു വേർഷൻ്റെ അപ്ഡേറ്റ് ഇത്ര നാളായിട്ട് എനിക്ക് വന്നിട്ടില്ല, അത് കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പക്ഷേ ഞാൻ ജസ്റ്റ് ട്രയൽ റൺ ചെയ്തപ്പോൾ 0 to 100 നിന്ന് 1.5 മണിക്കൂർ എടുത്തു. സംഭവം 0 to 100% ചാർജ് ചെയ്യാൻ. സാധാരണ ഫാസ്റ്റ് ചാർജിങ് 100% അറ്റ്ലീസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ഒക്കെ എടുക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ടൈം ഇച്ചിരിയും കൂടെ വ്യത്യാസം വന്നായിരുന്നു. അത് ഫോണിൻ്റെ മോഡൽ കംപ്ലൈൻ്റ് ആണോ അതൊന്നും അറിയത്തില്ല. അതാണ് ഞാൻ നോട്ടീസ് ചെയ്ത മൂന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം ഇത്രേ ഉള്ളൂ ഞാൻ നോട്ടീസ് ചെയ്ത അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.